ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പ്രീവിയസ് വീഡിയോസ് എല്ലാം നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അല്ലാതെ നിങ്ങൾ കുറേ ഗ്യാപ്പിന് ശേഷം ഞാൻ വീഡിയോ ചെയ്തപ്പോഴും നിങ്ങൾ ഒത്തിരി പേര് അത് കാണാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒത്തിരി സന്തോഷം. ഭയങ്കര വൈറൽ വീഡിയോസ് എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ നിങ്ങൾ തരുന്ന ചെറിയൊരു ലൈക്ക് അല്ലെങ്കിൽ നിങ്ങൾ തരുന്ന ചെറിയൊരു കമൻറ്റ് അത് എത്രത്തോളം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പം അത് എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യുന്നതാണ് ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോ യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടവും സന്തോഷവും സമാധാനമൊക്കെ തരുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കാണുന്ന വീഡിയോസിനെല്ലാം താഴെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഞാൻ ഓൾറെഡി ഡെലിവറി എക്സ്പീരിയൻസ് വീഡിയോ ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് പാർട്ടം 2 സീരീസായിട്ട് 2 പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മുടെ എന്താ പറയുക സബ്സ്ക്രൈബേഴ്സിനെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഡെലിവറിക്ക് ശേഷമുള്ള നമ്മുടെ എപ്പിസിയോട്ടമി, അതിൻ്റെ ഇൻഫെക്ഷൻസ്, കെയർ, സ്റ്റിച്ചസ്, അതിനെക്കുറിച്ചൊക്കെ ചെയ്യാൻ പറയാൻ അതിനെക്കുറിച്ചും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലും സാറ്റിസ്ഫൈഡ് ആവാത്ത, അല്ലെങ്കിൽ ഇനി അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് താല്പര്യമുള്ള ആളുകളുണ്ട് എന്നുള്ളത് അത് കിട്ടിയതിന് ശേഷം എനിക്ക് മനസ്സിലായത്. കാരണം എന്നോട് പ്രഗ്നൻസി ജേർണി ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ ഈ ഡെലിവറി സ്റ്റോറി പറഞ്ഞ കൂട്ടത്തിലും പിന്നെ നമ്മളതിൻ്റെ ബിഫോർ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്ത് ഇങ്ങനെ ഇടയിലായിട്ട് നമ്മൾ ഓരോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ടൊരു പ്രഗ്നൻസി ജേർണി സ്റ്റാർട്ട് തൊട്ട് ഡെലിവറി വരെ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. സോ അത് കേൾക്കാൻ താല്പര്യമുള്ളവരും അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് അറിയാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. മേ ബി പ്രഗ്നൻ്റ് ആവാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നവർ, പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ, അങ്ങനെയൊക്കെയുള്ള കുറേ പേരുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ചിലപ്പോൾ അതെന്തെങ്കിലും തരത്തിൽ ഉപയോഗപ്പെട്ടാലോ, അല്ലാന്നുണ്ടെങ്കിൽ അത് കേൾക്കാൻ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കാം അവർ ചോദിച്ചതല്ലോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. സോ ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത് ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് ആഫ്റ്റർ 5 ഇയേഴ്സിന് ശേഷമാണ് കേട്ടോ. 5th ഇയറിലാണ്, മീൻസ് 5th ആനിവേഴ്സറി കഴിഞ്ഞിട്ട് 5th ഇയറിൽ തന്നെയാണ് പ്രഗ്നൻ്റ് ആവുന്നതും 5th ഇയറിൽ തന്നെയാണ് ഡെലിവറി ആവുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടിങ് തൊട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കങ്ങനെ പ്രത്യേകിച്ച് PCOD അല്ലെങ്കിൽ അങ്ങനത്തെ വേറെ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ പോകുമായിരുന്നു നമ്മൾ. പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ പ്ലാൻ ചെയ്യാം എന്നുള്ള രീതിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ മാർച്ച് 30th ആയിരുന്നു എൻ്റെ ലാസ്റ്റ് പീരിയഡ്സ് ഡേറ്റ് എന്ന് പറയുന്നത് കേട്ടോ, 2025. അത് കഴിഞ്ഞ് നെക്സ്റ്റ് മന്ത് April 30th ആകുമ്പോൾ മേ ബി ഒരു 1 വീക്കൊക്കെ ചില സമയങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഹോർമോണൽ വേരിയേഷൻസോ എന്തെങ്കിലും സ്ട്രെസ്സോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരു 1 വീക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷൻസ് ഒക്കെ വരാറുണ്ടല്ലോ. നോർമൽ എല്ലാവർക്കും അത് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ആ സമയത്ത് വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറേ പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് പിന്നെ നമ്മൾ വിഷുവിനൊക്കെ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. വിഷുവൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് പിന്നെ വീണ്ടും വർക്കിൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് പോയിട്ട് April 30th ഒക്കെ കഴിഞ്ഞു, ഒരു 1 വീക്കൊക്കെ കഴിഞ്ഞു. എന്നിട്ടും പീരീഡ്സ് ആയില്ല. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ പ്രഗ്നൻ്റ് ആവുമെന്നോ അല്ലെങ്കിൽ എനിക്കതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ചിന്തയുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ചില സമയത്തൊക്കെ പീരീഡ്സ് ഒന്ന് എന്തെങ്കിലും ഇറഗുലർ ആവുന്ന സമയത്ത് നമുക്കൊരു ടെൻഷൻ തോന്നും, അല്ലെങ്കിൽ നമുക്കൊരു ഇത് തോന്നും, ഇനി ഞാനാണോ അങ്ങനെ തോന്നിയിട്ട് നമ്മളിങ്ങനെ ആലോചിക്കാറുണ്ടല്ലോ. പക്ഷെ എനിക്കെന്തോ ഞാൻ ശരിക്കും ആക്ച്വലി പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു തോട്ടേ ഉള്ളിൽ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അതുകൊണ്ട് തന്നെ ഞാൻ പീരിയഡ്സ് ഡേറ്റ് മിസ്സായതൊന്നും ഞാൻ എൻ്റെ മൈൻഡിലേ വന്നിട്ടില്ല. അങ്ങനെ ഈ 1 വീക്ക് കഴിഞ്ഞു, 2 വീക്ക് കഴിഞ്ഞു. 2 വീക്ക് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ ഡേറ്റ് എന്തായിരുന്നു, ഞാൻ പീരീഡ്സ് ആയിട്ടില്ലേ, അങ്ങനെ ആലോചിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ മാർച്ച് 30th ആണോ April 30th കഴിഞ്ഞ് ഒരു 2 വീക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ, എന്താവാത്തെ. പക്ഷെ എൻ്റെ മൈൻഡിൽ എനിക്ക് തന്നെ തോന്നുകയാണ് പ്രഗ്നൻ്റ് ഒന്നും അല്ല, അത് വേറെ എന്തെങ്കിലും ആയിരിക്കും, എന്തെങ്കിലും ഹോർമോൺ കുറച്ച് സ്ട്രെസ്സും ഇതൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും, മേ ബി അങ്ങനെയൊക്കെ ഉണ്ടാവാൻ നാച്ചുറൽ ആണല്ലോ, കോമൺ ആണല്ലോ നമുക്ക് അങ്ങനെ എന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ വരാനായിട്ട്. അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കണം. അങ്ങനെ നമ്മൾ വീണ്ടും ബാക്ക് ടു റൂട്ടീൻ കേട്ടോ. നമ്മൾ അങ്ങനെ ഒരു കാര്യമേ ഇല്ല എന്നുള്ള രീതിയിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും അത് എന്താണെന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. എനിക്ക് അങ്ങനെ ഒരു കാര്യം മൈൻഡിലുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനിവിടെ ഭയങ്കര തകൃതിയായിട്ട് ജോലി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു കെയറും നമുക്ക് തോന്നേണ്ട ആയിട്ടില്ലല്ലോ മൈൻഡിൽ. നമ്മൾ സദാ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, ബക്കറ്റ് എടുക്കുന്നു, വെള്ളം എടുക്കുന്നു, പൊക്കുന്നു, നടക്കുന്നു, അടിച്ചു വാരുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു സിംറ്റം ഒക്കെ കണ്ടു തുടങ്ങുമല്ലോ, കാണിച്ചു തുടങ്ങുമല്ലോ. ഇവൾക്ക് ഇതുവരെ മനസ്സിലായില്ല, ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു സിറ്റുവേഷൻ കേട്ടോ. അങ്ങനെ ഒരു 2 വീക്ക് കഴിഞ്ഞപ്പോൾ ഒരു 15-16 days ഒക്കെ കഴിഞ്ഞ സമയത്താണ് തോന്നുന്നു എനിക്ക് നൈറ്റ് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇങ്ങനെ വൊമിറ്റ് ചെയ്യാൻ വരിക. അതിന് ഇടയ്ക്കിടയ്ക്ക് ഉള്ളിൽ നിന്ന് ഇങ്ങനെ വെറുതെ വരും. വൊമിറ്റ് ചെയ്യുന്നൊന്നുമില്ല ഞാൻ, പക്ഷെ ഒരു വൊമിറ്റ് ചെയ്യാൻ വരിക. അപ്പോൾ ഒരു ദിവസം എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മ, നൈറ്റ് കിടന്നിട്ട് എനിക്കിനൊരു ഇങ്ങനെ എന്താ പറയുക ഉരുണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കെന്തോ ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ എന്നോട് നീ പോയി വൊമിറ്റ് ചെയ്തിട്ട് വാന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത്. ആളൊത്ര ഒട്ടും എന്താ പറയുക അതിനെക്കുറിച്ചൊരു ബോധോടല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് രണ്ടുപേർക്കും ചിന്തയില്ല. അങ്ങനെ പിറ്റേ ദിവസമായപ്പോൾ എനിക്ക് കാലത്ത് ഇങ്ങനെ ഒരു വൊമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കെന്തോ ഗ്യാസ് ഭയങ്കരമായിട്ട്, എനിക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂ ഉള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കെന്തോ ഗ്യാസ് ട്രബിൾ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്, എനിക്ക് വൊമിറ്റ് ചെയ്യാൻ ഇങ്ങനെ വരുന്നുണ്ട്.
ബ്രഷ് ചെയ്യുമ്പോൾ ഒക്കെ വൊമിറ്റ് ചെയ്യാൻ വരികയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു അതുകൊണ്ടായിരിക്കും നീ ചെന്നാളി ഇഞ്ചിയോ വെളുത്തുള്ളിയോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് നോക്കി നോക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ഇത് പിന്നെ പിറ്റേ ദിവസം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട്, പക്ഷെ വൊമിറ്റ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ആളെന്നോട് പറഞ്ഞു ഇനിയിപ്പോൾ പ്രഗ്നൻ്റ് എങ്ങാനാണോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും ആ വഴിയില്ല, വെറുതെ എന്തിനാ ആ ഒരു സ്ട്രിപ്പ് നമ്മുടെ ടെസ്റ്റ് കാർഡ് വാങ്ങി അതിൻ്റെ പൈസ എന്തിനാ വെറുതെ കളയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്നൊക്കെ കൂടുതൽ നിർബന്ധം ഹസ്ബൻഡായിരുന്നു. ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് ചുമ്മാ നോക്കാം, ഇതുവരെ ആയിട്ടൊന്നുമില്ലല്ലോ പീരീഡ്സ്, ഇത്ര ദിവസം ഡിലേ അല്ലേ, നോർമലി ആവാറില്ലല്ലോ, 1 വീക്കൊക്കെ അല്ലേ എങ്ങാനും ഡിലേ വരികയാണെന്നുണ്ടെങ്കിൽ ആവാറില്ല, നോക്കാമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞു വെറുതെ ആ കാശ് കളയണ്ടല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ ആൾ അന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഈ ഒരു കാർഡ് വാങ്ങിയിട്ടാണ് വന്നത്. വന്നപ്പോൾ എന്നോട് പറഞ്ഞു ജസ്റ്റ് നോക്കി നോക്ക്, ഇത്രയും ദിവസം ഡിലേ ആയിരുന്നു, ഇപ്പോൾ മോർണിംഗ് യൂറിനൊന്നും വെയിറ്റ് ചെയ്യേണ്ട, നോക്കി നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നു യൂറിൻ ജസ്റ്റ്, എനിക്ക് അപ്പോഴൊരു പ്രതീക്ഷയില്ല, അങ്ങനെ ഞാൻ ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് അപ്പം തന്നെ ഡബിൾ ലൈൻ വന്നു, നല്ല ഡാർക്ക് ഡബിൾ ലൈൻ വന്നു. അത് കണ്ടതും സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് നേരം ഷോക്കായിട്ട് ഇങ്ങനെ നിന്നു. ഷോക്ക് മീൻസ് നമ്മളൊട്ട് എക്സ്പെക്ട് ചെയ്യാതെ കിട്ടിയൊരു ന്യൂസായിരുന്നു അത്. അങ്ങനെ ഞാൻ രണ്ടുപേരും കൂട്ടാൻ നോക്കിയത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വന്നിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 1 മണിക്കൂറോളം ഞങ്ങളങ്ങനെ സ്റ്റക്കായി ഷോക്കായിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അവിടെ ഇരുന്നു, ഞങ്ങളുടെ മുഖത്തോട്ട് തന്നെ നോക്കിയിട്ട്. കാരണം എന്താ ചെയ്യേണ്ടത്, എന്താ ഇനി നെക്സ്റ്റ്, അങ്ങനെ പോലും അറിയാത്തൊരു സിറ്റുവേഷനിൽ നമ്മൾ ഇരുന്ന് പോയി. സന്തോഷമാണ്, പ്ലസ് അതിൻ്റെ കൂടെ നമ്മളൊരു ഫ്രീസ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഇരുന്നു. പിന്നെ എൻ്റെ വീട്ടിലേക്കും ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കും മാത്രം വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി, കാരണം അവർ കുറേ കാലം വെയിറ്റ് ചെയ്ത് കേൾക്കാതിരിക്കുന്ന ഒരു ന്യൂസാണല്ലോ. അങ്ങനെ വെയിറ്റ് ചെയ്തു. പിന്നെ അന്ന് ഞങ്ങൾ നോക്കിയത് എനിക്കൊന്ന് സാറ്റർഡേ ആണ്, സാറ്റർഡേ ഉച്ചയ്ക്കാണ് നോക്കിയത്. അപ്പോൾ ഈ നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഗൈനക്കൊക്കെ ഉച്ച വരെ ഉള്ളൂ ഒപിയും കാര്യങ്ങളൊക്കെ, പിന്നെ സൺഡേ ഇല്ല, പിന്നെ മൺഡേ ഉള്ളൂ നമുക്ക് ഡോക്ടറെ കാണിക്കാനായിട്ട്. അപ്പോൾ വീണ്ടും ദിവസം ഇങ്ങനെ പോകില്ല. അപ്പോൾ വീട്ടുകാർക്കാണെങ്കിൽ ഇതൊന്ന് കൺഫേം ചെയ്യാതെ ഭയങ്കര ടെൻഷനുകൾ, ഇന്ന് തന്നെ പോകുന്നു. പക്ഷേ നമ്മളിവിടെ അടുത്തൊക്കെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഇന്നില്ല, ഇനി മൺഡേ ആണ്, മൺഡേ ആഫ്റ്റർനൂണേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് തൊട്ടടുത്താണെന്ന് പിന്നെ അവിടേക്ക് തന്നെ പോകാന്ന് പറഞ്ഞാൽ പിന്നെയും വെയിറ്റിങ്ങിൻ്റെ ഇത് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു തിടുക്കൽ, അറിയാതെ നടന്നപ്പോൾ ഇത്രയും ദിവസം ഒരു പ്രശ്നം ഉണ്ടായിരുന്നുണ്ട്. പക്ഷെ അറിയുമ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഉള്ളത് അറിയണം. കാരണം ഞാനിവിടെ ഭയങ്കരമായി പണിയെടുത്ത് നടക്കുമായിരുന്നു. കാരണം ഞാൻ പോലെ അടിക്കൽ, തുടക്കൽ, ബക്കറ്റ് എടുക്കൽ, പൊക്കൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ നമുക്ക് പിന്നെ അതായി ടെൻഷൻ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ അങ്ങനെയൊക്കെയുള്ള ടെൻഷനായി. അങ്ങനെ നമ്മൾ തിങ്കളാഴ്ച ഈ ആഫ്റ്റർനൂൺ 4 മണിക്ക് 5 മണിക്ക് എങ്ങാണ്ടാണ് നമുക്ക് ടൈം കിട്ടിയത്. അപ്പോൾ അതിൽ നമ്മൾ ബുക്ക് ചെയ്തു, അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മൾ ക്ലോസ് ഫാമിലി, അതായത് ഹസ്ബൻഡ് പെങ്ങന്മാരും എൻ്റെ വീട്ടിലും അങ്ങനെ മാത്രം നമ്മൾ പറഞ്ഞു. പിന്നെ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടറെ പോയി കാണിച്ചപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ വെയിറ്റിംഗ് പീരീഡ് ഒന്നും വേണ്ടി വന്നില്ല. ഡയറക്റ്റ് ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മളെ കൊണ്ടുപോയത്. കാരണം നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ പോകാന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് ഫോം ആയി വരാനൊക്കെ എത്ര 2 വീക്കോ 3 വീക്ക് അങ്ങനെ എന്തൊക്കെയോ ടൈം പീരീഡ് അവർ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ വരാൻ പറയും. നമുക്ക് പിന്നെ അതിനൊന്നും ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ തന്നെ പീരീഡ്സ് മിസ്സായിട്ട് ഏകദേശം ഒരു 20 ഡേയ്സ് എങ്ങാണ്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എല്ലാം നമുക്ക് കിട്ടുന്ന ഒരു ടൈം പീരീഡ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡയറക്റ്റ് ഹാർട്ട് ബീറ്റ് നോക്കി, പിന്നെ നമ്മൾ ട്യൂബിലാണോ അതോ യൂട്രസിനകത്ത് തന്നെയാണോ ബേബി ഗ്രോ ആവുന്നതെന്നുള്ളത് നോക്കി. അപ്പോൾ അതൊക്കെ യൂട്രസിനകത്ത് തന്നെയാണെന്ന് മനസ്സിലായി, ഹാർട്ട് ബീറ്റ് ഓക്കെ ആണെന്ന് മനസ്സിലായി. അപ്പോൾ അതെല്ലാം ഓക്കെയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വേണ്ട മറ്റേ ഫോളിക് ആസിഡ് അങ്ങനെ എന്തൊക്കെ കുറച്ച് ടാബ്ലറ്റ്സ് നിന്നിട്ട് നമ്മളെ പറഞ്ഞു കിട്ടും. പിന്നെ എനിക്കിവിടെ എത്തിയപ്പോൾ തൊട്ട് എനിക്ക് ആ ഒരു ടൈമിൽ തന്നെ എനിക്ക് വോമിറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞില്ല, എനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ ഡേ വരുന്നതോടെ അധികം നമുക്ക് അധികമായി വരുമല്ലോ. അങ്ങനെ പിന്നെ എനിക്ക് എന്നും വോമിറ്റിംഗ് തന്നെ. വോമിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അതിശക്തമായ വോമിറ്റിംഗ് എന്ന് ഞാൻ പറയില്ല. കാരണം എന്നെക്കാൾ എത്രയോ തീരെ വയ്യാതെ കിടക്കുന്ന ഒരുപാട് പേരുടെ സ്റ്റോറി ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത്രയധികം അവശയെ കിടക്കുന്ന ഒരു വോമിറ്റിംഗ്, ബ്ലഡ് വോമിറ്റ് അങ്ങനത്തെ എനിക്ക് വന്നിട്ടില്ല. പക്ഷേ വോമിറ്റിംഗ് അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്ത് കഴിച്ചാലും വോമിറ്റ് ചെയ്യുക, എന്ത് സ്മെൽ ചെയ്താലും വോമിറ്റ് ചെയ്യുക. എനിക്ക് ചിക്കനൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ ഫേവറേറ്റ് ആണ്. ചിക്കൻ ബിരിയാണി, നോൺ വെജ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് നോൺ വെജ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ വോമിറ്റ് ചെയ്യാൻ വരികയായിരുന്നു. ആകെപ്പാടെ ഒരു സാധനം പറ്റില്ല, എന്ത് കണ്ടാലും കേട്ടാലും സ്മെൽ ചെയ്താലും ഒക്കെ നമുക്കൊരു ആ ഒരു പീരീഡിൽ അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാൻ മാക്സിമം കഴിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറഞ്ച് കഴിക്കാൻ പറ്റുന്നതായിരുന്നു. ആ ഒരു സ്മെല്ല് പറ്റുന്നുണ്ടായിരുന്നു. ഓറഞ്ചാണ് ഫ്രൂട്ട്സിലധികം കഴിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ കഴിക്കുന്നുണ്ടായിരുന്നത് നമ്മുടെ സവാള ഉണ്ടല്ലോ, ചുമ്മാ ചോറും കുറച്ച് ഉപ്പും കുറച്ച് സവാളയും കൂടി ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കും. അല്ലെങ്കിൽ ചോറും ചെറിയ ഉള്ളിയും അങ്ങനെയൊക്കെ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കഴിക്കും, വേറെ ഒന്നും അങ്ങനെ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരു 5 മന്തൊക്കെ ആയതോട് കൂടിയിട്ടും വോമിറ്റിംഗ് പ്രശ്നങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിന്നു. എന്തെങ്കിലുമൊക്കെ കഴിക്കാം, ഒരു ക്രേവിങ്സ് ഒക്കെ വന്നു തുടങ്ങി. അങ്ങനെ നമ്മൾ 5th മന്ത് അനോമലി സ്കാൻ കഴിഞ്ഞതോടുകൂടി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലായി. അപ്പോഴാണ് നമ്മൾ ഒഫീഷ്യലി ആയിട്ട് അനൗൺസ് ചെയ്ത് കേട്ടോ. നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് ഫാമിലിക്ക് മാത്രം അറിയാമെന്നല്ലാതെ വേറെ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ബാക്കിയുള്ള എല്ലാവരോടും കൂടിയിട്ട് ഒരു ഇൻസ്റ്റയിലും എഫ്ബിയിലൊക്കെ ഒരു പോസ്റ്റ് ഇടുന്നത് അനോമലി സ്കാൻ കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ്. അങ്ങനെ അനോമലി കഴിഞ്ഞ് കുറച്ചാൾ നമ്മൾ 6th മന്തിലാണല്ലോ നമ്മൾ ഈ ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യുമല്ലോ. അതിനകത്താണ് നമുക്ക് ഡയബറ്റീസിൻ്റെ എന്തെങ്കിലും ഉണ്ടോ, നിങ്ങൾക്ക് പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഡയബറ്റീസ് വരുമല്ലോ, അതുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നന്നായി ആ ഒരു എന്താ പറയുക പ്രഗ്നൻസി പീരീഡ് എൻജോയ് ചെയ്ത് വരുന്ന ഒരു ടൈം പീരീഡ് ആയിരുന്നു. അപ്പോൾ പക്ഷേ എൻ്റെ കഷ്ടകാലം എന്ന് പറയട്ടെ, എനിക്ക് ഡയബറ്റീസ് ഉണ്ടായിരുന്നു പ്രഗ്നൻസി ടൈമിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്, എൻ്റെ മുന്നത്തെ വീഡിയോസ് കണ്ടവർക്കറിയാം, ഞങ്ങളിവിടെ ചെന്നൈയിലാണ്. അപ്പോൾ ഞാൻ കൺസൾട്ട് ചെയ്തും ഡെലിവറി ആയതൊക്കെ ഇവിടെ ചെന്നൈ പെരമ്പൂർ എന്ന് പറഞ്ഞിട്ടുള്ള റെയിൽവേ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അതാണ് മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം. അതായത് അവർക്ക് അത്രയും പേഷ്യൻസ് ഉണ്ടെങ്കിൽ പോലും അവർ ഓരോരുത്തരെയും
അത്രയും അത്ര നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യും. ഓരോരുത്തരുടെ കേസിനും അവർ അത്രയും എന്താ പറയുക, നമ്മൾ ചീത്ത പറയും നന്നായിട്ട്, നമ്മൾ മര്യാദയ്ക്ക് അവിടെ അവർ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ. അപ്പോൾ എനിക്ക് ഡയബറ്റീസ് ഉള്ളതുകൊണ്ട് തന്നെ ആദ്യം അവർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ടാബ്ലറ്റ് കാര്യങ്ങളൊന്നും തരില്ല. ആദ്യം അവർ മാക്സിമം അവർ നല്ലൊരു വേ ആണ് കേട്ടോ, എല്ലാത്തിനും ചെന്ന് ഓടി ചെന്ന് ടാബ്ലറ്റ് തരിക അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളല്ല. അവർ മാക്സിമം നാച്ചുറൽ വേയിലാണ് എല്ലാം നോക്കുക. അതിപ്പോൾ ഡെലിവറി ആണെങ്കിൽ പോലും ഒട്ടും പറ്റില്ല എന്ന് കണ്ടെങ്കിൽ മാത്രമാണ് നെക്സ്റ്റ് ലെവലിലേക്ക് അവർ പോകുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു 2 വീക്ക് ഡയബറ്റീസ് ഉണ്ടെന്ന് കണ്ടപ്പോൾ ഒരു ഡയറ്റ് ചാർട്ട് തന്നു. എന്നിട്ട് പറഞ്ഞു അത് ഫോളോ ചെയ്ത് തന്നെ പോകണം. എന്നിട്ട് നമുക്ക് കുറയുന്നുണ്ടെങ്കിൽ മരുന്നൊന്നും കഴിക്കാതെ ഡയറ്റ് തന്നെ ഫോളോ ചെയ്ത് പോകാം. അതല്ല കൂടുതലാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് എന്താണ് പിന്നെ അതിൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ ഡയബറ്റീസിനുള്ള മരുന്നൊക്കെ നോക്കാമെന്ന് പറഞ്ഞത്. അങ്ങനെ 2 വീക്ക് നമ്മൾ നോക്കി. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തത് കണ്ടുകൂടാൻ വയ്യാത്തതുമായിട്ടുള്ള സാധനങ്ങളായിരുന്നു ഈ ഡയറ്റിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് കുറച്ച് ടേസ്റ്റി ആയിട്ട് എന്തെങ്കിലും കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് പറ്റില്ല. അതായത് കാഷ്യൂ നട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴിക്കേണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ചോറ് ഒട്ടും കഴിക്കാൻ പറ്റില്ല. വെജിറ്റബിൾസ് നന്നായി കഴിക്കാം, കടല കഴിക്കാം, പയർ വേവിച്ച് കഴിക്കാം, അങ്ങനെയുള്ളത്. പിന്നെ ഫ്രൈഡ് ഐറ്റംസ് കഴിക്കാൻ പറ്റില്ല, സ്വീറ്റ്സ് തീരെയും കഴിക്കാൻ പറ്റില്ല. പിന്നെ എന്താണ് ദോശ, ഇഡലി എല്ലാം ഭയങ്കര ലിമിറ്റഡ്. നമുക്കറിയാം പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ അത്യാവശ്യം നന്നായി വിശപ്പൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. പക്ഷേ വയറ് നിറച്ച് മര്യാദയ്ക്ക് പേടിയില്ല, അതൊന്നും കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ അവസ്ഥയും. എനിക്ക് അത്ര അധികം ഷുഗറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതായത് ആഫ്റ്റർ ഫുഡ് ഒരു 150 160 ആ ഒരു ലെവലൊക്കെ ആയിരുന്നു. ബിഫോർ ഫുഡ് ആണെങ്കിലും ഒരു 100 ആ ഒരു റേഞ്ച് അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനേക്കാൾ കൂടുതൽ 300 400 500 വരെയുള്ള ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇൻസുലിൻ എടുക്കേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇൻസുലിനൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ നമ്മൾ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നത്. അത് മാത്രമല്ല നമ്മൾ ഈ ഡയറ്റ് എടുത്തിട്ട് നമ്മളോട് വീട്ടിൽ നോക്കുന്ന മറ്റേ ആ മെഷീൻ്റെ പേരെന്തായിരുന്നു, ഞാനിപ്പോൾ ഒക്കെ മറന്നുപോയി. നമ്മൾ ഇങ്ങനെ വീട്ടിൽ കുത്തിയ സ്ട്രിപ്പിൽ കുറച്ച് ബ്ലഡ് ആക്കിയിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്ന അതുണ്ടല്ലോ, അത് നമ്മളോട് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു ദിവസം 6 നേരം, അത് വീക്ക്ലി 3 ടൈംസ് നമ്മൾ ചെക്ക് ചെയ്യണം. ഒരു ദിവസം 6 നേരം, അതായത് ബിഫോർ ഫുഡ്, ആഫ്റ്റർ ഫുഡ്, അങ്ങനെ 3 നേരത്തെ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നമ്മൾ എഴുതി വെച്ചിട്ട് നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ് പോകുന്ന സമയത്ത് ഇത് കാണിച്ചു കൊടുക്കണം. അവരെ വാല്യൂസ് മോണിറ്റർ ചെയ്തിട്ടാണ് നമ്മളതിനെ അടുത്ത മീൻസ് മരുന്നാണെങ്കിൽ അതിൻ്റെ ഡോസ് കൂട്ടണോ അതല്ല ഇൻസുലിൻ എടുക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അപ്പോൾ ആ ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ക്രൂഷ്യലായിരുന്നു. കാരണം ഒരു സാധനം കഴിക്കാൻ പറ്റില്ല, ഇങ്ങനെ കൊതിയോടെ നമ്മളിങ്ങനെ നോക്കിയിരിക്കും ഒരു കഷ്ണം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഇവിടെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ എന്നെ മോണിറ്റർ ചെയ്യാറുണ്ട്. ആളിങ്ങനെ എന്നെ ഇത്ര മതി, ചോറാണെങ്കിൽ ഒരു കയ്യിൽ അങ്ങനെയൊക്കെ തരാൻ പറ്റുള്ളൂ. നമുക്ക് അതുകൊണ്ട് വിശപ്പ് മാറില്ല. അപ്പോൾ അവർ പറയുന്ന അറ്റ് എ ടൈം ഒരുപാട് ഫുഡ് കഴിക്കരുത്, അപ്പോഴാണ് നമുക്ക് ഇൻസുലിൻ പെട്ടെന്ന് ഗ്ലൂക്കോസ് ലെവൽ പെട്ടെന്ന് ഹൈ ആവുന്നതും. കുറച്ചായിട്ട് കഴിക്കാം. പക്ഷെ എനിക്കാണെങ്കിൽ നമുക്ക് വിശക്കുമ്പോൾ കൂടി ഒന്നിച്ച് കഴിക്കാൻ തന്നെയല്ലേ തോന്നുന്നത്, നിർത്തി കഴിക്കാനൊന്നും എനിക്കിഷ്ടമല്ല. അങ്ങനെ വിശപ്പും ദാഹവും അയ്യോ എനിക്ക് വിശക്കുന്നത് എനിക്ക് എന്തെങ്കിലും തായോ അങ്ങനെ തന്നെയാണ്. പക്ഷെ അവർ പറയുന്ന റാഗി കഴിക്കൂ, റാഗി പൗഡർ ഇങ്ങനെ കലക്കി കഴിക്കുക, കടല മുളപ്പിച്ച്, ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ലേ. പ്രത്യേകിച്ച് ആ ഒരു പീരീഡിൽ എനിക്ക് കണ്ണിലിരുത്താൻ കണ്ടുകൂടാത്ത സാധനങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര, എല്ലാവരും വീഡിയോസിലൊക്കെ പ്രഗ്നൻസി പീരീഡിൽ എന്ത് പറഞ്ഞാലും കിട്ടും, എന്ത് ചോദിച്ചാലും കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെ ആയാലോ നമ്മുടെ അവസ്ഥ, അങ്ങനെ ഒരു വിഷമം ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മുടെ ബേബിക്ക് പ്രശ്നമാവും, ബേബിയുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടും. അതുപോലെ തന്നെ നമുക്ക് നോർമൽ ഡെലിവറിക്ക് ചാൻസ് കുറയും. കാരണം ഇവിടെ ഹെഡ് വെയിറ്റ് കൂടിയിട്ട് പുറത്തോട്ട് വരാനൊക്കെ പറ്റാത്ത അവസ്ഥയൊക്കെ വരും എന്നൊക്കെ പറഞ്ഞാൽ അവർ നമ്മളിങ്ങനെ പേടിപ്പിക്കും ഡോക്ടേഴ്സ് ചെല്ലുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ പേടിപ്പിക്കൽ, അതാണ് റിയാലിറ്റി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അടുത്തിന് സ്ട്രിക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ നമുക്ക് ഒരു അതിൻ്റെ ഇടയിൽ അഡ്മിറ്റ് ആക്കും ചെയ്തു. അവരുടെ ഒബ്സർവേഷനിൽ വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ വാല്യൂ കൂടിയിട്ട്. അപ്പോൾ ഈ അഡ്മിറ്റ് ആക്കും കൂടെ ചെയ്തോട് കൂടിയിട്ട് പിന്നെ ഭയങ്കര പേടിയായി. ഇത് എന്തായാലും കൺട്രോൾ ചെയ്തിട്ട് നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഡോക്ടറെ കാണിക്കാൻ പോകാൻ പറ്റുള്ളൂ എന്നൊരു അവസ്ഥയായി. കാരണം ഇല്ല അതൊക്കെ പിടിച്ച് അഡ്മിറ്റ് ആക്കും. എനിക്കാണെങ്കിൽ അഡ്മിറ്റ് ആയി ഇവിടെ കിടക്കുന്നത് പോലും ചിന്തിക്കാൻ വയ്യ. കാരണം നമ്മൾ ഞങ്ങൾ 2 പേരേ ഉള്ളൂ, ഒന്നാമത്തെ കേസ്, വേറെ ആരുമില്ല. പിന്നെ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഹസ്ബൻഡ് ആണെങ്കിൽ പോലും അവിടെ നിൽക്കുന്നതിന് അവർ ടൈം ലിമിറ്റ് ഉണ്ട്. അവിടെ എല്ലാ കാര്യം ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കേട്ടോ. അതൊക്കെ എനിക്ക് അവിടെ ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. കാരണം നമുക്ക് എപ്പോഴും വേറെ ആരില്ലെങ്കിൽ പോലും നമ്മുടെ ഹസ്ബൻഡ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സമാധാനമാണ്. പക്ഷേ അവിടെ രാത്രി ആയി കഴിഞ്ഞാൽ ഹസ്ബൻഡാണ് ആരാന്ന് പറഞ്ഞാൽ പോലും പുറത്തോട്ട് പോകണം. നമുക്ക് നമ്മുടെ അമ്മയെ അങ്ങനെ ആരെങ്കിലും ബൈസ്റ്റാൻഡർ ഉണ്ടെങ്കിൽ കൂടെ നിർത്താം, അങ്ങനെയുള്ളൂ. ഇവർ പുറത്ത് നിൽക്കണം. പിന്നെ ഇവർ പിറ്റേ ദിവസം ഇവർക്ക് വരുന്നതിന് ഒരു ടൈമുണ്ട്. അവിടുത്തെ മോർണിംഗ് റൗണ്ട്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവർക്ക് നമ്മളെ കാണാൻ വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ എന്ത് ചെയ്താലും എന്നോട് അഡ്മിറ്റ് ആക്കാതെ എങ്ങനെയെങ്കിലും ഓരോ തവണ ചെക്കപ്പ് കഴിയുമ്പോഴും വീട്ടിലോട്ട് എത്താൻ പറ്റണേ എന്നുള്ളതായിരുന്നു അങ്ങോട്ട് മുമ്പുള്ള പ്രാർത്ഥന ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ഇതിൽ തന്നെ ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു, ഗുളിക തന്നിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ വലിയ നോർമൽ കുഴപ്പമില്ലാത്ത രീതിയിൽ. പിന്നെ നടക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സസൈസും വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വൈകിട്ട് നടക്കാൻ പോകും. പിന്നെ ഞങ്ങളുടെ റൂം എന്ന് പറയുന്നത് 3rd ഫ്ലോറിലാണ്. അപ്പോൾ ആ സ്റ്റെപ്പ് കയറി ഇറങ്ങാമെന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു എക്സസൈസാണ്. ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയാൽ തന്നെ നല്ലൊരു എക്സസൈസ് ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ എനിക്കൊരു ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഇത്രയും അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ കയറി ഇറങ്ങുക ചെയ്യുമ്പോൾ അത് പിന്നെ നോർമലായി, അത് നമ്മുടെ ഒരു പാർട്ട് ഓഫ് ലൈഫ് ആയ കാരണം അതൊക്കെ കുറേ എന്നെ നോർമൽ ഡെലിവറി ആക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. ശരിയാണോ അല്ലെന്ന് എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു പ്രഗ്നൻസി ലൈഫ് ത്രൂ അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഒരു ഡെലിവറി ഒക്കെ ആവാറായ സമയത്ത് പിന്നെ ഞാൻ ചെറിയ എൻ്റെ ഒരു 8th month ഒക്കെ കഴിഞ്ഞ് ഹാഫ് ആയി 9th month ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ഏകദേശം എനിക്ക് ഇഷ്ടപ്പെട്ട ചെറിയ സാധനങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങി. എനിക്ക് December 31st ആണ് ഇങ്ങനെ ഡെലിവറി ആവുന്നത്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമുള്ള, അപ്പോൾ എനിക്ക് ആ സമയത്ത് പ്ലം കേക്ക് ഒക്കെ കഴിക്കാൻ ഇങ്ങനെ ക്രീവിങ്സ് വന്നിട്ട് ഞാനിങ്ങനെ ഹസ്ബൻഡോട് പറയും
എനിക്ക് പ്ലം കേക്ക് വേണം അപ്പോൾ ആൾ പറയും പ്ലം കേക്കോ നിനക്ക് കഴിക്കാൻ പറ്റില്ല, നിനക്ക് നിൻ്റെ ലെവൽ കൂടിക്കഴിഞ്ഞാൽ അറിയാലോ അവിടെ പിടിച്ച് അഡ്മിറ്റ് ആക്കും എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഡെലിവറി ടൈമൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ ലെവൽ കൂടുകയെന്നുണ്ടെങ്കിൽ പിന്നെ അവർ വീട്ടിലോട്ട് വിടില്ല. ചിലപ്പോൾ ഒരു 1 വീക്ക് മുന്നേക്ക് അവർ അവിടെ പിടിച്ച് നമ്മളെ കെടുത്തി ഷുഗറൊക്കെ നോർമലാക്കി ഇൻസുലിനൊക്കെ എടുത്തിട്ടൊക്കെയാണ് വിടുള്ളൂ. അപ്പോൾ നിനക്ക് അവിടെ പോയി കിടക്കണമെന്ന് ചോദിച്ചാൽ എന്നെ അങ്ങനെ പേടിപ്പിക്കുക. അപ്പോൾ ഞാൻ അയ്യോ വേണ്ട, എനിക്ക് കേക്ക് വേണ്ട, ഒന്നും വേണം, എനിക്ക് വീട്ടിലിരുന്നാൽ മതി, എനിക്ക് പെയിൻ വന്ന് നേരെ അവിടെ പോയി ഡെലിവർ ആവണം, അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ. അല്ലാതെ അവിടെ പോയി കിടന്ന് ഇങ്ങനെ കുറേ കഷ്ടപ്പെട്ട് അങ്ങനെയൊന്നും എനിക്ക് തീരെ, അതിപ്പോൾ ഏത് ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ എൻ്റെ മൈൻഡിൽ അങ്ങനെയായിരുന്നു. എനിക്ക് വാട്ടർ ബ്രേക്കൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകണം, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെയിൻ വന്ന് പെട്ടെന്ന് അവിടെ പോയി ഡെലിവർ ആവണം. കുറേ ദിവസം അവിടെ കിടന്നിട്ടുള്ള പരിപാടിയെന്ന് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേണ്ട, ഉള്ള ആഗ്രഹങ്ങളൊക്കെ അവിടെ ഒതുക്കി മിണ്ടാതിരിക്കാം, ഡെലിവറി കഴിഞ്ഞാൽ കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ എനിക്ക് ഇപ്പോഴും ഉള്ളൊരു മെമ്മറിയാണ്, നാട്ടിൽ നിന്ന് എൻ്റെ മേമ്മയുടെ മോള് സ്നേഹിയും അതുപോലെ തന്നെ മേമ്മയുടെ മോൻ അനന്തും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് എനിക്ക് നാട്ടിലോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് അവരൊക്കെ എന്നെ ഇങ്ങോട്ട് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ സ്നേഹ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്നെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടി പുറത്തോട്ട് പോയിട്ട്, അപ്പോൾ ഇവിടെ ചെന്നൈ ഫീനിക്സ് മാൾ എല്ലാവർക്കും അറിയാം, ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ കറങ്ങാനൊക്കെ പോയിട്ട് അവർ വന്നല്ലേ, അപ്പോൾ അവർക്ക് എന്താ കഴിക്കാൻ വേണ്ടി നമ്മൾ ഫുഡ് കോർട്ട് പോയിട്ട് നമ്മളെവിടെ ബർഗർ എവിടെ പോയെന്ന് എനിക്ക് ഓർമ്മയില്ല, മീൻസ് ബർഗർ കിങ്ങിലാണോ അങ്ങനെ അങ്ങനത്തുള്ളൊരു സ്ഥലത്ത് പോയി. അപ്പോൾ എനിക്കാണെങ്കിൽ ഇതൊന്നും കഴിക്കാൻ പറ്റില്ല. അവരാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ബർഗറും കോളയും പെപ്സിയൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. കാരണം അവരെ കുറ്റം പറയാൻ പറ്റില്ല, എനിക്ക് വേണ്ടി ഇപ്പോൾ അവരെന്തായാലും സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ അവസ്ഥ പറഞ്ഞാൽ അവരോട് കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവരെന്നിട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ അവർക്കും ഭയങ്കര വിഷമമാണ്, എൻ്റെ മുന്നിലിരുത്തിയിട്ട് അവരിങ്ങനെ കഴിക്കില്ല, അത് പ്രഗ്നൻ്റ് ആയ ഞാൻ. പക്ഷേ എൻ്റെ അവസ്ഥ ഇതായത് കൊണ്ട് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇവരിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡോട് പറഞ്ഞു, എനിക്ക് നോക്കിക്കോ, എനിക്ക് ഇതിനൊക്കെ പകരം വീട്ടാണ്. എനിക്ക് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം എനിക്ക് ഇവിടെ തന്നെ ഇരുന്ന് എനിക്ക് കോളയും ബർഗറൊക്കെ കഴിക്കണം എന്ന് പറയട്ടെ. പക്ഷേ അത് ഇതുവരെ നടന്നിട്ടില്ല. പക്ഷേ എനിക്ക് അവിടെ പോകണം, കാരണം കുറേ കടങ്ങളുണ്ട് എൻ്റെ മനസ്സിലിങ്ങനെ ബാക്കിയുള്ളത്, കാരണം അന്ന് കഴിക്കാൻ പറ്റാതെ പോയതും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഷുഗർ കഴിക്കും. എനിക്ക് നോർമലി ആ സമയത്തൊന്നും ഷുഗർ ഇഷ്ടമില്ലാത്ത ആളാണ്, പൊതുവേ ഷുഗർ അത്ര ഞാൻ കഴിക്കാത്ത ആളാണ്. മധുരത്തിനോടൊന്നും വലിയ താല്പര്യമില്ല, എരിവ് ഉപ്പ് അതൊക്കെയാണ് എനിക്ക് താല്പര്യം. പക്ഷേ ആ ഒരു മധുരമൊന്നും കിട്ടാത്ത അതെനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നതാണോ എന്നറിയില്ല. ആഫ്റ്റർ ഡെലിവറി എനിക്ക് കുറച്ച് ഷുഗറിനോട് ഒരു ക്രേവിങ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഐസ്ക്രീം വാങ്ങി കഴിക്കും, അതുപോലെ കേക്കൊക്കെ കഴിക്കും. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് ചോദിക്കും, നിനക്ക് മധുരമൊന്നും വലിയ ഇഷ്ടമില്ലാത്തല്ലോ. ഞാൻ അതൊക്കെ അപ്പോഴല്ലേ, ഇനി പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തോന്നുന്നില്ല, ഞാൻ ഇപ്പോൾ കഴിക്കും. ഇപ്പോൾ അല്ലേ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്കിപ്പോൾ എൻ്റെ കഴിഞ്ഞു പോയ ആഗ്രഹങ്ങളൊക്കെ എനിക്ക് നിറവേറ്റണം ഇപ്പോൾ കഴിച്ചിട്ടെന്ന് പറയും. അങ്ങനെയായിരുന്നു പ്രഗ്നൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ സ്മൂത്തായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. സ്റ്റോറി ആയിട്ട് അങ്ങനെ പറയാനായിട്ടൊന്നുമില്ല, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. ഞാൻ പിന്നെ ഓൾമോസ്റ്റ് എൻ്റെ അമ്മ, എനിക്ക് ഡിസംബറിലായിരുന്നു ഡെലിവറി ഉണ്ടായിരുന്നത്, December 31 ലാസ്റ്റ് ഡേ തന്നെയാണ് ഞാൻ ഡെലിവറി ആയത്. അമ്മ ഒരു December 1 വീക്കിലാണ് വരുന്നത്. അപ്പോൾ അതുവരെയും ഞങ്ങൾ രണ്ടുപേരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇടയ്ക്ക് എൻ്റെ അമ്മ ഒരു 2 വീക്ക് ഉണ്ടായിരുന്നു, ഒരു 4th മന്തിലേക്ക് അമ്മ വന്നിട്ട് പിന്നെ അമ്മ പോയി. അപ്പോൾ അതുവരെയും ഞാനും ഹസ്ബൻഡും തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ദൈവം സഹായിച്ച് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നില്ല, ഓക്കെ ആയിരുന്നു, ഹെൽത്തി ആയിരുന്നു. ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയായിരുന്നു ഒറ്റയ്ക്ക് മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെറുതെ ഇരിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക ബോറടിച്ചിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരിക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നു. നമ്മൾ ആക്റ്റീവായിട്ട് തന്നെയല്ലേ ഇരിക്കുന്നത്. കാരണം എനിക്ക് കുക്ക് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കുറേ സാധനങ്ങൾ എനിക്ക് തന്നെ വേണ്ടി കഴിക്കാനുണ്ടാക്കണം. കാരണം ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന റൊട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്താണെന്നുണ്ടെങ്കിൽ ഒരു 2 ഇഡ്ഡലി അല്ലെങ്കിൽ മാക്സിമം 3 ഇഡ്ഡലി, നല്ല വിശപ്പാണെങ്കിൽ മാത്രമേ അവിടെ 3 ഇഡ്ഡലി കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ ചമ്മന്തി ചട്നി ഒന്നും കഴിക്കരുത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ സാമ്പാർ, അതിനകത്ത് കൂടുതൽ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് അത് കഴിക്കാനായിരുന്നു പറഞ്ഞത്. പിന്നെ ഒരു 10 o'clock ആ സമയത്താകുമ്പോൾ വേണമെങ്കിൽ പാല് കുടിക്കാം വിത്തൗട്ട് ഷുഗർ. എനിക്ക് പാലേ ഇഷ്ടമല്ല, എൻ്റെ ഇടയിൽ വിത്തൗട്ട് ഷുഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഛർദ്ദിക്കാൻ അപ്പോഴേ വരും. പാല് ഞാൻ കുടിച്ചിട്ടേ ഇല്ല പ്രഗ്നൻസിയിലോട്ട്, അത് പറയേണ്ട ഒരു കാര്യം. എന്നും ഇവിടെ വാങ്ങും, എന്നിട്ട് ഞാൻ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല കുടിക്കാനായിട്ട്. പിന്നെ ഷെയ്ക്കാക്കിയിട്ട് അങ്ങനെ നമുക്ക് കുടിക്കാൻ പറ്റില്ലല്ലോ ഈ ഇതായ കാരണം. പിന്നെ എഗ്ഗ് കഴിക്കുമായിരുന്നു, പുഴുങ്ങിയത്. എനിക്ക് അത് എഗ്ഗും ഭയങ്കര വൊമിറ്റ് ചെയ്യാൻ വരലൊക്കെ ആയിരുന്നു. പിന്നെ ലാസ്റ്റൊക്കെ എപ്പോഴാണ് കുറച്ച് കഴിക്കാൻ പറ്റിയത്. പിന്നെ വന്നിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറേ വെജിറ്റബിൾസ് നമ്മൾ കഴിക്കണം. അപ്പോൾ കുറേ ഉപ്പേരി, കറി, അവിയൽ അതൊക്കെ ഉണ്ടാക്കണം. അപ്പം കൂടുതൽ അവിയൽ ഉണ്ടാക്കും അല്ലെങ്കിൽ സാമ്പാർ ഉണ്ടാക്കും, അതിന് നമുക്ക് കുറേ വെജിറ്റബിൾസ് ഒക്കെ ഇടാൻ പറ്റുമല്ലോ. പിന്നെ ഇങ്ങനെ ഓരോ കുക്കുംബർ, ക്യാരറ്റ് അങ്ങനെയൊക്കെ നമ്മൾ സ്ലൈസ് ചെയ്ത് ജസ്റ്റ് കേട് അതൊക്കെ കൂടിയിട്ട് അങ്ങനെ കഴിക്കാറുണ്ട്. അപ്പോൾ എനിക്കൊരു 3-4 ഐറ്റം കറിയൊക്കെ വേണം, എന്നാലാണ് അതുപോലെ കടല, പയർ ഇതൊക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ കാലത്തൊട്ട് ഉച്ച വരെ എനിക്കിന്ന് കുക്ക് ചെയ്യൽ തന്നെ ഒരു പണിയാണ്, ഇങ്ങനെ നിന്ന് കുക്ക് ചെയ്യണ്ടേ. ശരിക്കും അധികം നീര് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസിയിലും ഭയങ്കരമായിട്ട് വണ്ണം വെക്കുക അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു നോർമൽ രീതിയിൽ. അതായത് ഞാൻ എൻ്റെ നോർമൽ വെയിറ്റ് എന്ന് പറയുന്നത് 55-56 എൻ്റെ ഒരു നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് കേട്ടോ. പ്രഗ്നൻസിയിലെ ഏറ്റവും അറ്റ്മോസ്റ്റ്, അതായത് ഒരു 9th മന്ത് എൻഡ് ആവുന്ന വരെ ഞാൻ മാക്സിമം ഗെയിൻ ചെയ്ത വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 66-67 അത്ര വരെ ഞാൻ പോയിട്ടുള്ളൂ, അതിനപ്പുറത്തോട്ട് പോയിട്ടില്ല. അപ്പോൾ പിന്നെ ഡെലിവറി കഴിഞ്ഞ ഉടനെ നമ്മുടെ ബേബി പുറത്ത് വന്നു, പിന്നെ ബാക്കിയുള്ള കുറച്ച് വാട്ടർ, ബ്ലഡ് അങ്ങനെയൊക്കെ പോയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കുറയുമല്ലോ. അപ്പോൾ എനിക്ക് എൻ്റെ നോർമൽ വെയിറ്റിലേക്ക് എത്താൻ എനിക്ക് വലിയ ടൈമൊന്നും വേണ്ടി വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് കുറേ പേര് അതും ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ വെയിറ്റ് കുറയ്ക്കുക. അങ്ങനെ ഇല്ല, ഞാൻ അത് ചില ഓരോരുത്തർ എന്താ പറയുക നമ്മുടെ ബോഡി ടൈപ്പ് ആണല്ലോ, അത് തടി കൂടുന്നു തടി കുറയുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് എനിക്കത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. അധികം ഞാൻ അപ്പോഴും തടി വെച്ചിട്ടില്ല, ആഫ്റ്റർ ഡെലിവറി ഞാൻ അധികം തടി വെച്ചിട്ടില്ല. ഏകദേശം ഞാൻ അതുപോലെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു റൊട്ടീനും കാര്യങ്ങളും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ
ഫുഡ് ഉച്ചയ്ക്ക് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ 4 മണിക്ക് കടലയൊക്കെ വേവിച്ച് ഇഷ്ടമല്ലെങ്കിലും വിശക്കുന്നതുകൊണ്ട് കുറച്ച് അങ്ങനെ കഴിക്കാറുണ്ട്. നൈറ്റ് ചപ്പാത്തി, എന്നും ചപ്പാത്തി, പനീർ കറി അല്ലെങ്കിൽ ഗോതമ്പ് ദോശ ഇതന്നെയായിരുന്നു സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. ഗോതമ്പ് ദോശൻ്റെ സന്തത സഹചാരിയായിരുന്നു. എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല, പക്ഷേ പിന്നീട് കഴിച്ച് എനിക്ക് കുറച്ച് ഇഷ്ടം തോന്നിയൊരു സാധനമായിരുന്നു. ലാസ്റ്റ് ഉപ്മാവ് ഇതിലേതെങ്കിലും ആയിരുന്നു നമ്മൾ നൈറ്റ് കഴിക്കാം. അതിലൊക്കെ തന്നെ ഫുഡ് റൊട്ടീൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് കാര്യങ്ങൾ പിന്നെ ഇതാണ് പ്രഗ്നൻസി ജേർണി എന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്നത്. വേറെ അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും എക്സസൈസുകളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഭയങ്കര എക്സസൈസ് ഒന്നും ചെയ്യേണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോർമൽ കുറച്ച് നടക്കുക, ബ്രിസ്ക് വാക്കിംഗ് ചെയ്യാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കൂടുതൽ ഡെലിവറി ആവണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വെച്ച് നമ്മൾ ഭയങ്കര ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ അതൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഓൾറെഡി 3rd ഫ്ലോറിലാണ്. ഈ 3rd ഫ്ലോർ സ്റ്റെപ്പ് അപ്പ് ആൻഡ് ഡൗൺ കയറി ഇറങ്ങുമ്പോൾ തന്നെ നല്ല എക്സസൈസാണ്, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിനകത്ത് ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുണ്ടോ, ഞാൻ ചെയ്ത റൊട്ടീനിലോ കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഫുഡ് മെനുവിനെ കുറിച്ചിട്ടോ ഡയബറ്റീസിനെ കുറിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും അറിയാനായിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. ഞാൻ അതിനെക്കുറിച്ച് എന്തായാലും വീഡിയോ ചെയ്യുന്നതായിരിക്കട്ടെ. ഇനി ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്ത് ആയി പോകുമ്പോൾ കാണുന്നവർക്ക് ഭയങ്കര ബോറടി ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.